ഹായ് നമസ്തേ കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ആട് 3യുടെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സിംഗിൾ ടുമോറോ മാർച്ച് 14 8 മണിക്ക് ഒരു സോങ്ങിന്റെ ഒരു ഇതാണല്ലേ, ആരാണ് ഈ സോങ് കളിക്കണേന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ. അതന്നെ എല്ലാരും വിചാരിച്ചിരുന്നത് നിഖില വിമലായിരിക്കും എന്നാണ്. പക്ഷെ ആരാണ് എന്നിപ്പോഴും നമുക്ക് മനസ്സിലായിട്ട് നിഖില വിമല അല്ലേ ഏറെക്കുറെ. അതെ തന്നെ, നിഖില വിമലിനോട് അന്ന് മറ്റേ ഇന്റർവ്യൂല് പ്രസ് മീറ്റ് വെച്ച് പറയാന്നുള്ള ആ പരിപാടിയിൽ പറഞ്ഞു. അപ്പൊ നിഖില വിമല അല്ലെന്ന് പിന്നെ ആടിന്റെ അവര് തന്നെ പറഞ്ഞു, ആട് വിജയ് ബാബു ഒക്കെ പറഞ്ഞു. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയിക്കാണ്, ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഫുള്ള് പടയാളികളാണ് നിൽക്കുന്നത്. അതായത് അവര് പാസ്റ്റ് സീക്വൻസിൽ പോകുമ്പോഴത്തേക്കും കാണിക്കണ ഒരു പാട്ടായിരിക്കും. ശരിയായിരിക്കും അല്ലേ, നമ്മുടെ മറ്റേ കായംകുളം കൊച്ചുണ്ണിപോലെ കഞ്ചുകളാകുന്നത് അതുപോലത്തെ ഒരു പാസ്റ്റ് സീക്വൻസ് വരുന്ന പാട്ടായിരിക്കും. പിന്നെ ഇത് നോക്കിയിട്ട് ഒരു കളർ ഗ്രേഡ് ആ പരിപാടിയൊക്കെ നോക്കിയിട്ട് കൊള്ളാൻ തോന്നണല്ലേ. എന്തിനാണ് നിന്റെ അഭിപ്രായം? ഇത് ആരെന്ന് ചോദിച്ചാ ഇത് ചിലവര് പറയുന്നു വേദികയാണെന്ന്. വേദികയാണ്, നിനക്കെന്ത് തോന്നണം? വേദികയാണെന്നാണ് ഏറെക്കുറെ എല്ലാരും പറയണത്. പല ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് വേദിക കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ വേദിക തന്നെ ആയിരിക്കാം. ഇത് ഈ പോസ്റ്റർ വരുന്നതിന് മുമ്പേ വേദിക എന്ന് പറയുന്നുണ്ടായിരുന്നു പലരും. അപ്പൊ ഇപ്പൊ പോസ്റ്റർ വന്നപ്പോഴത്തേക്കും വേദികയുടെ ഒരു ഘട്ടമുണ്ട്. അപ്പം വേദിക തന്നെ ആയിരിക്കാനാണ് സാധ്യത. വേദിക ഇപ്പം നമുക്കിപ്പൊ ഇത് മഞ്ജു വാര്യരാണെന്ന് പറയാൻ പറ്റൂ. അതല്ല ഞാൻ പറഞ്ഞത്, എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ അതാണ്. പിന്നെ നമുക്കിപ്പം ആട് വന്നാണ്, ആട് 2 ആണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട പടം? ആട് 2 എന്തുകൊണ്ട്? അല്ല, ഇപ്പൊ ആട് 1നെ അപേക്ഷിച്ച് ആട് 2 നിനക്ക് എങ്ങനെയാ ഇഷ്ടപ്പെട്ടു? കുറച്ചുകൂടെ ഇമ്പാക്ട് ആണ് എനിക്ക്. പക്ഷെ ആട് 1 ആണ് കുറെ കൂടെ ഇമ്പാക്ട് തോന്നിയടാ. കാരണം ഇപ്പം നോട്ട് നിരോധനമല്ലേ ആട് 2 കാണിച്ചേക്കുന്നത്. കുറച്ചുകൂടെ ലോജിക്ക് കമ്മാട്ടം അടിക്കണത്. പക്ഷെ ആട് 1 ലോജിക്ക് ഇല്ലാത്തൊരു കാര്യം നോക്കി പോണാണ് നിങ്ങളെ കഥയെ ഫോക്കസ് ചെയ്തല്ലേ നമ്മള് പോണം. പാസ്റ്റും കാണിക്കണുണ്ട്, മുമ്പ് നടന്ന കാര്യം പിന്നെയുള്ള കാര്യം. പക്ഷെ ആട് 1 ഈ ക്യാരക്ടറുകളെല്ലാം നമ്മളെ മനസ്സിൽ പതിയണ ഒരു ഇതുണ്ടല്ലേ. ഇപ്പം മറ്റേ സർബത്ത് ഷമീർ, ഷാജി പാപ്പൻ. അപ്പൊ ആട് 1 ഇവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അങ്ങനെ ഒരു ക്യാരക്ടർ. ആട് 1 നമ്മള് ഫോണിൽ കൂടെയാണ് കണ്ടത്. അതന്നെ, തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ അത് ടിവിയിലൊക്കെ ഭയങ്കര ഹിറ്റ് പടം, എല്ലാവരും കൂടെ റീവാച്ച് ചെയ്ത്. അവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ആട് 1 തിയേറ്റർ ഇറങ്ങി ഫ്ലോപ്പായി. പക്ഷെ അവര് പിന്നെ അതിനെ റീ എഡിറ്റ് ചെയ്തിട്ടാണ് OTT വെർഷനും ബാക്കിയൊക്കെ ഇറക്കി എന്നാണ് പറയണത്. അപ്പൊ ഒറിജിനൽ വെർഷൻ എന്തോന്നായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ആട് 2 വന്നപ്പോ കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇൻട്രോഡക്റ്റ് ഡ്രസ് കോഡാണ്. 1 ഡ്രസ്, അത് തന്നെ. പിന്നെ ഷാജി പപ്പ ഓരോ ഇതിൽ വരുമ്പോ ഓരോ ലുക്ക് വെറൈറ്റി. അതല്ല, പിന്നെ കൂടെ ഉള്ളൊരു കുറച്ചുകൂടെ ഇപ്പം മറ്റേ ഫുക്രു ഒക്കെ പടത്തിലോട്ട് വരികയാണ് അല്ലേ. അപ്പൊ അതിന്റേതായ മാറ്റങ്ങൾ വരും. മാറ്റങ്ങളുണ്ട്, ക്യാരക്ടർ വൈസ് ഒക്കെ മാറ്റങ്ങളുണ്ട്. പിന്നെ എല്ലാവർക്കും അതിൻ്റെതായ ഒരു ഇതുണ്ട്. പിന്നെ ഇവരെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണതൊക്കെ ഈ 3ാമത്തേല് കുറച്ചുകൂടെ അടിപൊളി ആയിരിക്കും എന്നാണ് പറഞ്ഞത് വിജയ് ബാബു പുള്ളി പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇത് നാളെ വേദികയാണോ അല്ലേ എന്ന് നാളെ അറിയാം. എന്തായാലും നിഖില വിമലല്ല. നിഖില വിമല് അന്ന് പറഞ്ഞപ്പോഴേ ഒരു നിഖില വിമല ആണെന്ന് പറയുമ്പോ ഭയങ്കര ഇതായിരുന്നു. നമ്മുടെ മറ്റേ രജിഷ വിജയൻ അതിനകത്ത് വരുന്നു, എല്ലാവരും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള സോങ്ങിൽ വരുമ്പോഴേ നമുക്കൊരു ഇത് കാണും, ആ ഒരു എക്സൈറ്റ്മെന്റ്. അതുപോലെ തന്നെ നിഖില വിമല അല്ലാന്ന് ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അതെ, അത്ര പറയാം. വേദികയായിരിക്കും. നമുക്ക് നാളെ നോക്കാം വേദികയാണോ അല്ലേ. അപ്പൊ നാളെ നമ്മളൊരു പുതിയ ഇതിന്റെ വിശേഷങ്ങൾ, ഫസ്റ്റ് സിംഗിൾ ആടിന്റെ പാട്ടിന്റെ വിശേഷങ്ങളുമായി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമാറ്റിക് വിശേഷങ്ങളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വരാം. ലൈൻ കട്ട്.